الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث اتقوا الله عباد الله أوصيكم وإياي بتقوى الله ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സമൂഹത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഏത് മേഖലകളിലും നന്മയെ അപേക്ഷിച്ച് തിന്മകൾക്കാണ് മനുഷ്യർക്കിടയിൽ താല്പര്യം കൂടുന്നത്. അത് സ്വഭാവ പെരുമാറ്റ മേഖലകളിലായാലും അനുഷ്ഠാനങ്ങളുടെ ലോകത്തായാലും ഇടപാടുകളുടെ ലോകത്തായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. മനുഷ്യർ ഒരുപാട് വളർന്നു, പക്ഷേ ആ മനുഷ്യനോടൊപ്പം വളരുന്നത് അവന്റെ തിന്മകൾ കൂടിയാണ് എന്നത് വലിയ സങ്കടമാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത തമ്മാടിത്തരങ്ങൾ ഓരോ ദിവസവും നമ്മൾ സമൂഹത്തിൽ കാണുകയാണ്, കേൾക്കുകയാണ്. ഓരോ ദിവസത്തെ പത്രത്തിലും ന്യൂസിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന നെറികേടുകളുടെ പുതിയ പുതിയ പതിപ്പുകൾ. വല്ലാഹുൽ മുസ്തആൻ. ലോകത്ത് തിന്മയും തിന്മയുടെ ആളുകളും പെരുകുകയാണ്. ഇന്നുള്ളതിലേറെ തിന്മയുടെ വക്താക്കൾ നാളെ കൂടുകയാണ്. അതിലേറെ സങ്കടം, പലപ്പോഴും തിന്മകൾ തിന്മയല്ലാതായി തോന്നുമാറ് അതൊരു സാധാരണ സംഭവം പോലെ, അതൊരു നാടൻ ആദത്ത് പോലെ, ഒരു ചര്യ പോലെ വ്യാപൃതമായി നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു തആല എല്ലാ ശർറിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തു അൽ മാഇദ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞൊരു വാക്കാണ് ഞാൻ തുടക്കത്തിൽ ഊതി വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അല്ലാഹു പറയാണ്, ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്ത്വയ്യിബു വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. നബിയെ പറയുക, ചീത്തയും നല്ലതും സമമാവുകയില്ല ഒരിക്കലും. അവ തമ്മിൽ ചേരുന്ന ഒരു ബിന്ദുവും ലോകത്തില്ല. ഒരിക്കലും നന്മയും തിന്മയും സമമാവൂല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. ചീത്തയുടെ, തിന്മകളുടെ, തമ്മാടിത്തരങ്ങളുടെ, നെറികേടുകളുടെ വ്യാപനം, അതിപ്രസരം, പെരുപ്പം, അത് നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി. വല്ലാഹുൽ മുസ്തആൻ. ഈ ആയത്ത് വിവരിക്കുന്നിടത്ത് അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളിൽ പ്രസിദ്ധനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ലാ യസ്തവിൽ ഖബീസ് വത്ത്വയ്യിബ്. നല്ലതും ചീത്തയും സമമാവില്ല എന്ന് പറഞ്ഞാൽ ഫലാ യസ്തവിൽ ഈമാനു വൽ കുഫർ. ഒരിക്കലും കുഫറും ഈമാനും സമമാവില്ല. വല ത്വാഅതു വൽ മഅസിയ. അനുസരണവും ധിക്കാരവും സമമാവില്ല. വല അഹ്ലുൽ ജന്നത്തി വല വഅഹ്ലുൻ നാർ. സ്വർഗ്ഗക്കാരും നരകക്കാരും സമമാകാത്തതുപോലെ വലൽ അഅമാലുൽ ഖബീസ വൽ അഅമാലുത് ത്വയ്യിബ. നന്മയും തിന്മയും സമമാകാത്തതുപോലെ, നല്ലതും ത്വയ്യിബായതും ഖബീസായതും മ്ലേച്ഛമായതും സമമാകാത്തതുപോലെ വലൽ അഅമാലു വലൽ മാലുൽ ഹറാം ബിൽ മാലിൽ ഹലാൽ. ചീത്ത സമ്പാദ്യവും നല്ല സമ്പാദ്യവും ഒരിക്കലും സമമാകാത്തതുപോലെ ലാ യസ്തവിൽ ഖബീസു വത്ത്വയ്യിബ്. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് പൂർത്തീകരിച്ചത് ഇപ്രകാരമാണ്, വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. ചീത്തയുടെ, തിന്മയുടെ, വൃത്തികേടുകളുടെ ആധിക്യം
അതിന്റെ പെരുപ്പം, അതിന്റെ വർധനവ്, അത് നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകളിൽ പ്രസിദ്ധനായ ഇമാം സുദ്ദി റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറയാണ്, അൽ ഖബീസ് വത്വയ്യിബ്, നന്മയും തിന്മയും ചീത്തയും പെരുപ്പവും സമമാവില്ല എന്ന് പറഞ്ഞാൽ, ഖാല അൽ ഖബീസ്, ഖബീസ് എന്ന് പറഞ്ഞാൽ ഹുമുൽ മുശ്രിക്കീൻ, ഹുമുൽ മുശ്രികൂൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുശ്രിക്കുകളാണ്. വത്വയ്യിബ്, നല്ലത് ത്വയ്യിബായതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുമുൽ മുഅ്മിനൂൻ, അത് മുഅ്മിനുകളാണ്. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, മുഅ്മിനുകളും കാഫിറുകളും ഒരിക്കലും സമമാവില്ല എന്നാണ് ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എപ്രകാരം? അല്ലാഹുവിന്റെ ആയത്താണ് തെളിവ്. അം ഹസിബല്ലദീന ഇജ്തറഹുസ് സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനൂ وعملوا الصالحات سواء محياهم ومماتهم. അതല്ല, തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിക്കുകയാണോ, അവർ കണക്കാക്കിയിരിക്കുകയാണോ എന്ത്? അവര് നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെയാക്കുമെന്ന്, അഥവാ അവരുടെ ജീവിതവും മരണവും തുല്യമായ നിലയിലാക്കുമെന്ന്. എന്താണ് ഈ തമ്മാടികൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നല്ലവരുടേതുപോലുള്ള ഒരു ജീവിതമാണ് അവർക്കുണ്ടാവുക എന്നാണോ? അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അമലു സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ, പുണ്യപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവർക്ക് ലഭിക്കുന്നത് പോലുള്ള പ്രതിഫലം, അംഗീകാരം ഇവർക്കും ലഭിക്കുമെന്നാണോ ഇവർ കരുതുന്നത്? ഏതാളുകൾക്ക് കുഫറും മഅസിയത്തുകളും അല്ലെങ്കിൽ നിഷേധവും തിന്മകളും ചെയ്തു കൂട്ടിയവർക്കും നാം നൽകുമെന്ന് വിചാരിക്കുകയാണ് അവർ രണ്ടു കൂട്ടരുടെയും ദുനിയാവും ആഖിറവും ഒരുപോലെയാകുമെന്ന്? ഇല്ല, ഒരിക്കലും ഒരുപോലെ ആവൂല. സാഅമാ യഹ്കുമൂനാണ്, എത്ര മോശം വിധിയാണ് അവരുടേതെന്ന്. പ്രിയമുള്ളവരെ, ഒരിക്കലും നന്മ ചെയ്യുന്ന ആളുകളും തിന്മ ചെയ്യുന്ന ആളുകളും ഒരുപോലെ ആവൂല. നമുക്ക് തന്നെ അറിയാലോ, സത്യം മാത്രം പറയുന്ന ഒരുവനും ഇടയ്ക്കെപ്പോഴെങ്കിലും കളവ് പറയുന്ന ഒരുവനും ഒരുപോലെ ആകും. തീരെ കളവ് പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് കളവ് പറഞ്ഞാൽ പോലും ഒരുപോലെയാകുമോ? രണ്ടുപേരുടെയും ആഖിബത്ത് ഒരുപോലെയാകുമോ? രണ്ടുപേരുടെയും ആഖിറം ഒരുപോലെയാകുമോ? ഒരിക്കലും ഒരുപോലെയാകൂല. അപ്പൊ നമ്മൾ പറയും, ന്യായീകരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ, ന്യായീകരണത്തിന്റെ ലോകത്ത് ആരാ ഹറാമ് ചെയ്യാത്തത്, അതിനാൽ ഞാനും ചെയ്യുന്നു എന്ന്. എന്തെല്ലാം ചോദ്യങ്ങളാണെന്നറിയോ ലോകത്ത്? ആരാണ് പ്രിയമുള്ളവരെ പലിശയുമായി ബന്ധമില്ലാത്തവർ? ആരാണ് പ്രിയമുള്ളവരെ കളവ് പറയാത്തവർ? ആരാണ് സ്ത്രീധനം വാങ്ങാത്തവർ? ആരാണെന്ന് ലഹരിക്കടിമപ്പെടാത്തവർ? ഇങ്ങനെ ഒരു 100 ആരാണ് എന്ന ചോദ്യങ്ങൾ, ന്യായീകരണത്തിന്റെ ചോദ്യങ്ങൾ. ഏത് തമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും നെറികേടുകളും ന്യായീകരിക്കപ്പെടുന്ന ഒരു ലോകം. ഇങ്ങനെ ഭൂരിപക്ഷവും ആളുകളെയും നോക്കിയിട്ട് തിന്മ ചെയ്യുന്നവരും ന്യായീകരിക്കുന്നവരും സമുദായത്തിൽ അധികരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒട്ടും അതിശയോക്തി വേണ്ടതില്ല. അതാണ് യാഥാർത്ഥ്യം. ശരി, ഭൂരിപക്ഷത്തിനനുസരിച്ചായാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഇങ്ങനെ ഭൂരിപക്ഷം നോക്കി നന്മയും തിന്മയും ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം, അല്ലെങ്കിൽ ഭൂരിപക്ഷം നോക്കി തിന്മ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഒരു അവസ്ഥ ഉണ്ടായാൽ എന്താ? അല്ലാഹു തആല അവന്റെ കിതാബിൽ 6-ാമത്തെ അധ്യായം സൂറത്തു അൽ-അൻആം 116-ാമത്തെ ആയത്തിൽ പറയാണ്, എന്തെന്നറിയോ? وَإِن تُطِعْ أَكْثَرَ مَنْ فِي الْأَرْضِ يُضِلُّوكَ عَنْ سَبِيلِ اللَّهِ وَإِن تُطِعْ أَكْثَرَ مَنْ فِي الْأَرْضِ يُضِلُّوكَ عَنْ سَبِيلِ اللَّهِ ഭൂമിയിലുള്ളവരിൽ അധികം ആളുകളെയും അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെയും അതല്ലെങ്കിൽ ധാരാളം ആളുകളെയും നീ എങ്ങാനും അനുസരിക്കുന്ന പക്ഷം അവർ, അഥവാ ഈ ഭൂരിപക്ഷം, ഈ ആൾക്കൂട്ടം, ഈ ന്യായീകരണത്തിന് വേണ്ടി നാം തെരഞ്ഞെടുക്കുന്ന ഭൂരിപക്ഷം നാട്ടു നടപ്പുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് താങ്കളെ വ്യതിചലിപ്പിക്കുന്നതാണ്. കാരണം എന്താ? അധികം ആളുകളും വഴിവഴവിലാണെന്നാണ് അള്ളാഹു പറഞ്ഞു. 37-ാം അധ്യായം സൂറത്ത് സാഫാത്ത് 71-ാമത്തെ ആയത്തിൽ, വലഖദ് ضل قبلهم اكثر الاولين, ഇവർക്ക് മുമ്പ് പൂർവികരിൽ അധികപേരും വഴിപിഴച്ചു പോവുക തന്നെയാണ് ഉണ്ടായത്. അപ്പൊ അധികം ആളുകളും വഴിപിഴവിലാണ്. അവരെ പിൻപറ്റിയാൽ വഴിപിഴവിലേക്കാണ് കടന്നു പോകേണ്ടി വരിക. ഈ ആയത്തിനെ വിരിക്കുന്ന ഇമാം ബഗവി, അഹ്ലുസുന്നയുടെ പ്രമുഖ മുഫസ്സിർ,
പൂർവികരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്, അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് താങ്കൾ അവർ വ്യതിചലിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതായത് അൻ ദീനില്ലാ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് താങ്കൾ അവർ വ്യതിചലിപ്പിച്ചു കളയുമെന്നാണ്. വല്ലാഹുൽ മുസ്തആൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആളുകൾക്കനുസരിച്ച് ശരിക്കും ശ്രദ്ധിക്കണം. മനുഷ്യർക്കനുസരിച്ച്, നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന ആളുകൾക്കനുസരിച്ച് ഒരിക്കലും നമ്മൾ നന്മയും തിന്മയും ചെയ്യാൻ പാടില്ല. അവര് നോക്കിയിട്ടല്ല നന്മ ചെയ്യേണ്ടതും, അവര് നോക്കിയിട്ടല്ല തിന്മയെ ന്യായീകരിക്കേണ്ടതും. അള്ളാഹുവും അവന്റെ റസൂലും കിതാബിലും സുന്നത്തിലും അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ എന്താണ് നന്മയായിട്ടുള്ളത് അത് മാത്രമേ നന്മയാകൂ. എന്താണ് തിന്മയാണെന്ന് പറഞ്ഞത്, അതിൽ നിന്നാണ് നമ്മൾ തിന്മയെ തൊട്ട് മാറി നിൽക്കേണ്ടത്. മുൻകറും മഅറൂഫും നമ്മൾ നിശ്ചയിക്കുന്നതല്ല, അത് അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. നോക്കൂ, നിങ്ങള് നാട്ടു നടപ്പനുസരിച്ചല്ല തീരുമാനിക്കേണ്ടത് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. കാരണം അത് അള്ളാഹുവും അവന്റെ റസൂലുമാണ് തീരുമാനിക്കണം. നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? അള്ളാഹുവിന്റെ റസൂൽ. അഥവാ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും. ഇതാണ് നമ്മുടെ പ്രമാണം. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? വഇൻ തുതി അക്തറ മൻ ഫിൽ അർളി യുദില്ലുക അൻ സബീലില്ലാ എന്ന ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നിശ്ചയമായും ഹഖ് കണക്കാക്കുന്നത് ഭൂരിപക്ഷം ആളുകളെ നോക്കിയാണെന്നല്ല, പകരം അവർ പിൻപറ്റുന്നത് സത്യമാണോ, പ്രമാണമാണോ, ആദർശമാണോ എന്ന് മാത്രം നോക്കിയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നമ്മൾ പലപ്പോഴും മിമ്പറിൽ പറയാറില്ലേ, കൂനൂ മഅസ്സാദിഖീൻ, മുഅ്മിനുകളെ നിങ്ങൾ സ്വാദിഖീങ്ങളോടൊപ്പം ആകണം. ആരാണ് സ്വാദിഖുകൾ? ഈ രാജ്യത്തെ കാലങ്ങളിലായി ഉണ്ടാക്കിയ മനുഷ്യരുടെ ദഅവത്തിനും പ്രവർത്തനത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഏതെങ്കിലും സംഘടനകളാണോ? അല്ല. ഏതെങ്കിലും വ്യക്തികളാണോ? അല്ല. ഏതെങ്കിലും ആൾക്കൂട്ട പ്രസ്ഥാനങ്ങളാണോ? ഒരിക്കലുമല്ല. ആരാണ് കൂനു മഅസ്സാദിഖീൻ? മഅ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബി, അത് മുഹമ്മദ് നബിയാണ്, സ്വഹാബത്താണ്. മറ്റൊരു തഫ്സീറിൽ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറഞ്ഞു, മഅ അബീ ബക്കർ വ ഉമർ വ അസ്ഹാബിഹിമാ. ആരാണ് സ്വാദിഖ്? ആരുടെ കൂടെ ആകണമെന്നാണ് പറഞ്ഞത്? അബൂബക്കറിന്റെ കൂടെ, ഉമറിന്റെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെ, റിദ്വാനുല്ലാഹി അലൈഹിം കുല്ലിഹിം അജ്മഈൻ. നമ്മുടെ പ്രമാണം നാം പരിശോധിക്കേണ്ടത് അവരോട് മാറ്റുരച്ചിട്ടാണ്. അവർ ജീവിച്ച ജീവിതമാണ് നമ്മുടേത് എന്നതാണ്. അവരെങ്ങനെയാണ് തിന്മയിൽ നിന്ന് മാറി നിന്നത്, അതുപോലെ നമ്മളും. അവരെങ്ങനെയാണ് നന്മ പ്രവർത്തിച്ചത്, അതുപോലെ നമ്മളും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഒരിക്കലും കുഫർ, ശിർക്ക്, ഹറാം ഇതൊന്നും നോക്കേണ്ടത് ഭൂരിപക്ഷം നോക്കിയിട്ടല്ല. നാട്ടിൽ എന്തെല്ലാം ആളുകൾ കാണിക്കുന്നു, എന്തൊക്കെ വൃത്തികേട് ആളുകൾ കാണിക്കുന്നു. ആ വൃത്തികേടിൽ യാതൊരു മനക്ലേശവും ഇല്ലാതെ പങ്കെടുത്തിട്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെ പറയാണ് എന്ത് തോന്നിയാസ അയാൾ കാണിച്ചത്. നിങ്ങളെ ആലോചിച്ചൊക്കെ, ഇതിനാണ് ശരിക്കും ഉളുപ്പില്ലായ്മ എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാല്, ഒരു വൃത്തികെട്ട നെറികെട്ട ഒരു കല്യാണത്തിന് പങ്കെടുത്തു. അങ്ങനെ ഞാൻ പറയണത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ ആകെ ഇസ്ലാം എന്ന് പറയാനുള്ളത് ആ ഖുത്ബയും നിക്കാഹും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നെറികേട്, പാട്ടും കൂത്തും വൃത്തികേടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിൽ എല്ലാം കണ്ണും പൂട്ടി കയ്യും കെട്ടി നിന്നിട്ട് മുഴുവനും നോക്കിക്കണ്ട് അവസാനം പുറത്തിറങ്ങിയിട്ട് പരസ്പരം ചിരിച്ചിട്ട് വർത്താനം പറയും. എന്ത് തോന്നിയാസാണിതെന്ന്. ഈ വർത്താനം പറയേണ്ടത് എപ്പോഴെന്നറിയോ? അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിരുന്നു. ഇനി നിനക്കതിന് അവകാശമല്ല. കാരണം നീ യഹൂദന്മാർ ചെയ്തതുപോലെ തമ്മാടിയോടൊപ്പം തമ്മാടിത്വത്തിൽ സഹകരിച്ചു. അംറും ബിൽ മഅറൂഫ് വനഹിയും അനിൽ മുൻകർ നീ ചെയ്തില്ല. നിനക്കത് പറയാൻ അർഹതല്ല. വല്ലാത്തൊരു വിഷയമാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പാരമ്പര്യമോ താവഴിയോ ഇതൊന്നും പരിഗണനീയമല്ല. എന്തിൽ ഹക്ക് സ്വീകരിക്കുന്നിടത്തും ബാത്തിലിനെ വെടിയുന്നിടത്തും പ്രമാണം മാത്രമാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒക്കെ ഏവർക്കും ഹിഫ്ളുള്ള ഒരു വാക്കുണ്ട്. എന്തറിയോ? നാളെ ആഖിറത്തില് അള്ളാഹുവിനെ ധിക്കരിച്ച് അവസാനം നരകത്തിലേക്ക് വിധിക്കപ്പെട്ട ആളുകൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 67-ാമത്തെ അവര് പറയാണ്, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല. എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും
പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണ് ഉണ്ടായതെന്നാണ്. ഇവിടെ ശരിക്ക് സാദത്തന കുബറ എന്ന് പറഞ്ഞാൽ ഉമറാക്കളും റുഅസാക്കളും ഉലമാക്കളും ഒക്കെയാണ് എന്ന് പണ്ഡിതന്മാർ തഫ്സീർ നൽകാണ്. കാരണം എന്താ അറിയോ, പ്രമാണത്തെ അല്ല പിൻപറ്റിയത്, കേവലം ചില വ്യക്തികളെയാണ്, താല്പര്യങ്ങളെയാണ്. അതുകൊണ്ടാണ് നാശത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നതെന്നാണ്. ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് ശിർക്ക്, ഏറ്റവും വലിയ തിന്മ ശിർക്ക്, നരകത്തേക്ക് പോണ രണ്ടാമത്തെ തിന്മ ബിദ്അത്ത്. ഈ രണ്ടിനും ന്യായീകരണം എന്തറിയോ, ഇത് പാരമ്പര്യമായി തുടർന്നു വരുന്നു എന്നതാണ്. അതില് മാത്രല്ല, മുവഹിദീങ്ങൾ പോലും അകപ്പെടുന്ന ചില തെറ്റുകളിലും ന്യായീകരണം അങ്ങനെയാണ്. പച്ച മുവഹിദീങ്ങൾ പോലും ഹറാമായ പലിശയുമായി ബന്ധപ്പെടുന്നിടത്തും അവര് പറയുന്ന ന്യായീകരണം അതാണ്. ബിസിനസ് ചെയ്യാൻ നിർവാഹമില്ല, മറ്റൊരു മാർഗമല്ല. വീടുണ്ടാക്കാൻ മറ്റൊരു മാർഗമല്ല. അവിടെയും ഭൂരിപക്ഷമാണ്, അവിടെയും പാരമ്പര്യമാണ്, അവിടെയും താവഴിയാണ്, അവിടെയും നാട്ടുനടപ്പുകളാണ്. നാടിന്റെ സ്ഥിതിവിശേഷങ്ങൾ പറഞ്ഞിട്ട് ഹറാമിനെ ന്യായീകരിക്കുന്നവർ. ഒരു ഉദാഹരണമാണ് പലിശ. അല്ലാഹുൽ മുസ്തഅൻ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമുക്കൊക്കെ നന്മയോടാണ് താല്പര്യം, പക്ഷെ അറിഞ്ഞോ അറിയാതെയും തിന്മയോടാണ് ആഭിമുഖ്യം. അല്ലാഹുൽ മുസ്തഅൻ. എത്ര നന്മ ആഗ്രഹിച്ചാലും ചിലപ്പോൾ ആളുകൾ തിന്മയിലേക്ക് തന്നെ, തിന്മ ചെയ്യണ്ട എന്ന് കരുതിയാലും ചെയ്തു പോകുന്ന ഒരു ദുരവസ്ഥ ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ മുസീബത്താണത്. നോക്കൂ നിങ്ങൾ, സ്വയം ജീവിതത്തെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം. സംഗീതം ഹറാമാണ്, അഹ്ലുസുന്നത്തിന്റെ ഇജ്മാ ആണ് സംഗീതം ഹറാമാണെന്നുള്ളത്. എന്നിട്ടും അത് കേൾക്കേണ്ടി വരുന്നു. ഗീബത്തും നമീമത്തും പാടില്ല, തെറ്റാണ്, കുറ്റകരമാണ് എന്നറിയാം. എന്നിട്ടും അത് പറയുകയോ കേൾക്കുകയോ ചെയ്യേണ്ടി വരുന്നു. ഹറാമ് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നു. നുണ, കളവുകൾ പറയേണ്ടി വരുന്നു. അറിഞ്ഞും അറിയാതെയും അല്ല, ചിലപ്പോഴൊക്കെ നിയന്ത്രണം വിട്ട് ഇസ്ലാമിക വിരുദ്ധമായ നിലയിൽ കോപിക്കേണ്ടി വരുന്നു. കുടുംബക്കാരോട്, കീഴിൽ പണിയെടുക്കുന്നവരോട്, ജോലിക്കാരോട്, അവനവന്റെ പ്രിയപ്പെട്ടവളോട്, സ്വന്തം ഭർത്താവിനോട് പോലും പല്ലിറുമിയിട്ട് കോപിക്കേണ്ടി വരുന്നു. കൈവിട്ടു പോവുകയാണ് തിന്മയിലേക്ക്. അപവാദങ്ങൾ പറയില്ല എന്ന് വിചാരിച്ചാലും അപവാദങ്ങൾ പറയേണ്ടി വരുന്നു. ദൃഷ്ടി, നോട്ടം നിയന്ത്രിക്കാൻ സാധ്യമാകാതെ വരുന്നു. ഹലാലല്ലാത്ത സമ്പത്ത് ഉപയോഗിക്കേണ്ടി വരുന്നു. ഉദാഹരണം പലിശ. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നു, ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു, നിർബന്ധ നിസ്കാരങ്ങൾ പോലും ഖളാ ആക്കേണ്ടി വരുന്നു. ഇങ്ങനെ പലതും സ്വയം കൈവിട്ടു പോകുന്നൊരവസ്ഥ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഇവിടെയാണ് നമ്മൾ മുഅ്മിനീങ്ങളെ പരിശോധിക്കുന്നത്. അപ്പോഴാണ് നമ്മളെയും പരിശോധിക്കുന്നത്. ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെയാണോ നമ്മൾ മുഅ്മിനുകളാണെന്ന് പറയും. ഞാൻ ഈ മിമ്പറിലേക്ക് കയറിയിട്ട് ഹംദും അതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ഞങ്ങളൊക്കെ വിളിച്ചത് മുഅ്മിനീങ്ങളെ എന്നാണ്, എല്ലാരെയും വിളിച്ചത് മുഅ്മിനീങ്ങളെ എന്നാണ്. നമ്മളൊക്കെ പരിശോധിക്കേണ്ടത് ഈ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പെടുമെന്നുള്ളതാണ്. എന്നാൽ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ നമ്മെ അറിയിക്കുന്നത്, നാട്ടുനടപ്പനുസരിച്ച് തിന്മകളെ ന്യായീകരിക്കുകയോ നാട്ടുനടപ്പനുസരിച്ച് ഹലാലും ഹറാമും നോക്കി ജീവിക്കുകയോ ചെയ്യുന്നവരല്ല അവരെന്നാണ്. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൻ നൂർ പോലെ ഒരു മനുഷ്യൻ നിർബന്ധമായും, വിശുദ്ധ ഖുർആനിൽ എല്ലാം പഠിക്കേണ്ടതാണ്, എങ്കിലും ഒരൽപ്പം ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട ഒരു സൂറത്താണ് 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്ത്. മുഅ്മിനുകൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകൾ, വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഗുണഗണങ്ങൾ, അത് എടുത്തു പറയുന്ന ഒരു സൂറത്താണ്. അതിലെ 7-ാമത്തെ ആയത്തിലെത്തുമ്പോ മുഅ്മിനീങ്ങളുടെ സിഫത്തായിട്ട് 2 കാര്യങ്ങൾ പറയാം. എന്താണെന്നറിയോ? വലകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. എങ്കിലും സത്യവിശ്വാസത്തെ, ഈമാനിനെ അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടമാക്കി തരികയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് അലങ്കൃതമായി തോന്നിക്കുകയും ചെയ്തിരിക്കുന്നതാണ്. ഈമാനിനോടൊരു ഹുബ്ബ് മാത്രമല്ല, അത് ഹൃദയത്തിൽ അത് അലങ്കൃതമാക്കി തോന്നിക്കുന്നതാണ്.
ശൈത്താനാകട്ടെ സുയ്യിന ലഹും സൂഉ അഅമാലിഹി എന്നാണ് ശൈത്താനെ കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉവിയന്നഹും അജ്മഈൻ എന്നൊക്കെയാണ് ശൈത്താനെ കുറിച്ച് പറഞ്ഞത്. അവൻ തിന്മകൾ അലങ്കൃതമാക്കി തോന്നിക്കുന്നതാണ്. എന്നാൽ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് അലങ്കൃതമാക്കി തരുന്നത് ഒന്ന്, ഈമാനിനോട് അവർക്ക് ഹുബ്ബുണ്ട്. കാരണം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിനെയാണ്, പിന്നെ അവന്റെ റസൂലിനെയാണ്, ദീനിനെയാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ, അല്ലെങ്കിൽ മുഹമ്മദ് റസൂൽ. അവർക്ക് തൃപ്തികരമായത് അതാണ്. അതുകൊണ്ട് ഈമാനിനോട് അവർക്ക് ഹുബ്ബുണ്ട്. അതോടൊപ്പം തന്നെ അത് ഹൃദയത്തിൽ അലങ്കൃതമായി തോന്നിക്കപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാം അതെന്താണെന്നുള്ളത്. രണ്ടാമത്തെ വശം എന്താ കാര്യങ്ങള്, വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അവിശ്വാസവും ദുർനടപ്പും അനുസരണക്കേടും അല്ലാഹു തആല നിങ്ങൾക്ക് അഥവാ മുഅ്മിനീങ്ങൾക്ക് വെറുപ്പാക്കി തരികയും ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. കുഫറിനോട് അവർക്ക് വെറുപ്പാണ്, ദുർനടപ്പുകളോട് അവർക്ക് വെറുപ്പാണ്, അനുസരണക്കേട് മഅസിയത്തിനോട് അവർക്ക് വെറുപ്പാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഉലൈക ഹുമുർ റാഷിദൂൻ, അങ്ങനെയുള്ളവരാകുന്നു ഹുദ, നേർമാർഗം സ്വീകരിച്ചവർ, നേർവഴി കണ്ടെത്തിയവർ എന്നാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് രണ്ട് കാര്യങ്ങൾ ഇതിൽ പ്രധാനമായി പറയുന്നു. അതിലൊന്ന് ഞാൻ സൂചിപ്പിക്കാണ്. ഇവിടെ റബ്ബ് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, കുഫ്ർ, ഫുസൂഖ്, ഇസ്യാൻ, അതിനോട് അവർക്ക് വെറുപ്പാണെന്ന്. എന്താണ് കുഫ്ർ, ഫുസൂഖ്, ഇസ്യാൻ എന്ന് പറഞ്ഞാൽ? അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളൊക്കെ അവരുടെ തഫ്സീറുകളിൽ വിശദീകരിച്ച പൊതുവായ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ. അത് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് വൻ പാപങ്ങളാണ്. അത് സബഉൽ മുബിഖാത്ത് മാത്രമല്ല, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറഞ്ഞതുപോലെ വൻപാപങ്ങൾ 7 മാത്രമല്ല 70-ലധികം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് മുഴുവനും വൻപാപങ്ങൾ പെടും. രണ്ടാമത്തത് അനുസരണക്കേടാണ്. മറ്റ് പാപങ്ങളും ഇതിൽ വരും. ഏതെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ അതിൽ പെടും. മറ്റൊരു തഫ്സീറിൽ കാണാം കുഫർ, അതുപോലെ ധിക്കാരം, അതുപോലെ പാപങ്ങൾ. അപ്പോ എല്ലാ പാപങ്ങളും, മൊത്തത്തിൽ പാപങ്ങൾ 3 തരത്തിലാണ്, കബായിറ വൽ ഫവാഹിഷ ഇല്ലൽ ലമം. ഇതെല്ലാം അതിൽ പെടുമെന്നാണ്. വൽഇയാദു ബില്ലാഹ്, അല്ലാഹു തആല കാക്കട്ടെ. പ്രിയമുള്ളവരെ, അതിനോട് അവർക്ക് വലിയ വെറുപ്പാണെന്നാണ്. ഞാൻ ചോദിക്കുന്നു എന്നോട് നിങ്ങളോടും, നമുക്ക് ഈ കുഫറും ഫുസൂഖും ഇസ്യാനോടൊക്കെ ഉള്ള സമീപനം എന്താണ്? അതിൽപ്പെട്ടതല്ലേ ഫലിശ? അതിൽപ്പെട്ടതല്ലേ ഹറാമുകൾ? നമ്മുടെ മനസ്സിൽ ഹറാമുകളോട് വെറുപ്പുണ്ടോ? അതല്ല നമ്മൾ അതിനോട് ചാഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നിടത്താണ് ഈ പറഞ്ഞ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കാൻ. ഇവിടെ 2 കാര്യമാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, ഇസ്ലാമിൽ അഥവാ ദീനുൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക്, അള്ളാന്റെ ദീനിനെ പുൽകുന്നവർക്ക് അള്ളാഹു അത് നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി. അതായത് ദീനിൽ വിശ്വസിക്കുക എന്നത് അള്ളാഹു നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി. അള്ളാന്റെ ദീനിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് മനസ്സിൽ വല്ലാത്തൊരു താല്പര്യമാണ്. മാത്രമല്ല അത് അള്ളാഹു നിങ്ങളുടെ മനസ്സിനെ നല്ലതാക്കുകയും മനോഹരമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് എന്റെ മാന. അതിനോട് അലങ്കൃതമായി തോന്നി എന്ന് പറഞ്ഞാൽ ആ ദീനിനോട് വല്ലാത്തൊരു താല്പര്യം, മനസ്സിൽ അത് നല്ലതായി തോന്നി. ദീനല്ലാത്തതൊന്നിലേക്കും ചായാനുള്ള ഒരു മനസ്സും അയാൾക്കില്ല. കാരണം എന്താ? ദീന് മതി, അത് മതിന്ന് അയാൾ തീരുമാനിക്കാണ്. അതിനോട് വല്ലാത്തൊരു ഹുബ്ബ് അയാൾക്ക് ഉണ്ടാകാൻ. കാരണം എന്താ വെച്ചാല് യഥാർത്ഥ വിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട്. ഞാൻ ഈ പറയാൻ പോണ വാക്ക് എന്റെ ചെറിയ മക്കള്, വിദ്യാർത്ഥികളൊക്കെ പഠിച്ചോളൂ. ഈമാൻ, സത്യവിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തത് തസ്ദീഖും ബിൽ ഖൽബ്, മനസ്സുകൊണ്ട്, ഖൽബ് കൊണ്ടുള്ള വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം ഇഖ്റാറും ബിൽ ലിസാൻ, നാവുകൊണ്ട് അത് ഏറ്റുപറയലും അത് പ്രഖ്യാപിക്കലുമാണ്. മൂന്നാമത്തെ കാര്യം അമലും ബിൽ അർക്കാൻ, ഈമാൻ പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ മുഅ്മിനീങ്ങളെ, ഈ ആയത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രിയപ്പെട്ടതാണ്, രണ്ടാമത്തത് വെറുക്കപ്പെട്ടതാണ്. രണ്ടും ഒന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം മുഅ്മിനുകൾക്ക് ഇഷ്ടമുള്ളതാണ്. എന്തൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ എല്ലാം അവർക്ക് ഇഷ്ടമുള്ളതാണ്. ഇങ്ങനെ എണ്ണിയാല് ഇത്തിബാ, അല്ലാഹുവിന്റെ റസൂലിലുള്ള ഇത്തിബാ, അതുപോലെ ഇസ്തിഖാമത്ത്, അതുപോലെ ഇഹ്സാൻ, ഇഖ്ലാസ്, അമാനത്ത്, ബിർറുൽ വാലിദൈൻ, അതുപോലെ തഖ്വ, തൗഹീദ്, അദ്ദഅവതു ഇലല്ലാഹ്, അതുപോലെ സിദ്ഖ്, അതുപോലെ ഇബാദ, അത്വാഅ, അൽ യഖീൻ, എല്ലാം അവർക്ക് മനസ്സിന് പ്രിയങ്കരമായതാണ്.
തൗഹീദ് അനുസരിച്ച് ജീവിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലും അള്ളാഹുവിന്റെ ദീനിൽ പറയപ്പെട്ട ഇബാദത്തുകൾ മുഴുവനും ജീവിതത്തിലേക്ക് കൊണ്ടുവരലും ആ ദീനിൽ ഉറച്ചു നിൽക്കലും ആ ദീനിലായി മരിക്കാൻ ആഗ്രഹിക്കലും ഒക്കെ അവർക്ക് പ്രിയങ്കരമായതാണ്. അതാണ് പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകീൻ അൻ തഗ്ഫിറ ലീ വതർഹംനി എന്നിങ്ങനെ ദുആ കാണാം. അല്ലാഹുവേ, നന്മത് പ്രവർത്തിക്കാനും ചീത്ത കാര്യങ്ങൾ വെടിയാനും പാവങ്ങളോട് ഹുബ്ബുണ്ടാകാനും പാവങ്ങളുള്ള ഹുബ്ബൊക്കെ എന്റെ മനസ്സിൽ നൽകണേ എന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. രണ്ടാമത്തത് മുഅ്മിനീങ്ങൾക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുഫറും ഫുസൂഖും മഅസിയാനും. അതെന്താണ്? അതിലൊന്നാമത്തത് കുഫർ തന്നെയാണ്, ഷിർക്കാണ്, ലലാലത്താണ്, ഇൽഹാദാണ്. ഇൽഹാദ് ചിരിച്ചു വിട്ടെന്നാ പറയാ, അതായത് അള്ളാഹ് പറഞ്ഞതിന് നമ്മളെ വക കൂട്ടിമാറ്റാം, ഇൽഹാദ്. അതുപോലെ ഇസ്യാൻ, മഅസിയത്തുകൾ, സന്ദഖ നിരീശ്വരത്വം, അതുപോലെ നിഫാഖ് കാപട്യം, അതുപോലെ ഫുസൂഖ് തമ്മാടിത്തങ്ങൾ, അതുപോലെ റിയാ ലോകമാന്യത, സുംഅത്ത് പ്രശസ്തി ആഗ്രഹിക്കുക, ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായത് മുഴുവനും അവർക്ക് വെറുപ്പുള്ളതാണ്. ഇങ്ങനെ പാപങ്ങൾ അധികവും ഈമാനുള്ളവർക്ക് അതിനോട് വെറുപ്പാണ്. നമുക്കോ പ്രിയമുള്ളവരെ, നമുക്കോ? അപ്പോൾ വളരെ ഗൗരവത്തെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു പരിഹാരം ആവശ്യമുണ്ട്. എന്തറിയോ? തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടാകേണ്ടതുണ്ട്. നന്മകൾ പ്രവർത്തിക്കാനുള്ള അതിയായ താല്പര്യവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളോട് ഹുബ്ബും വൃത്തികേടുകളോട് വെറുപ്പും നൽകി അല്ലാഹു നമ്മുടെ ഖൽബുകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, കുറ്റത്തിൽ നിന്ന് തിന്മകളിൽ നിന്ന് ഒഴിവാകാൻ അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്ന നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. നന്മ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് പോലെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്ന നിരവധി ആയത്തുകൾ. അതിലൊന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിന്റെ 120-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ എപ്രകാരമുള്ളതെന്നറിയോ? വദറൂ ളാഹിറൽ ഇസ്മി വബാതിന ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ സയുജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ. വദറൂ ളാഹിറൽ ഇസ്മി വബാതിന, പാപത്തിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും നിങ്ങൾ വെടിയുക എന്നാണ്. എല്ലാ തിന്മയും ഒഴിവാക്കണമെന്നാണ്. കുറച്ചെടുത്തിട്ട് കുറച്ച് ഒഴിവാക്കാനല്ല, നാട്ടു നടപ്പനുസരിച്ച് കുറച്ചൊക്കെ സ്വീകരിക്കുക, ബാക്കിയൊക്കെ ഒഴിവാക്കുക എന്നല്ല, എല്ലാതും ഉള്ളും പുറവും. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രമുഖ ശിഷ്യൻ പറഞ്ഞു, രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ, അതാണ് ളാഹിറൽ ഇസ്മി വബാത്തിന എന്ന് പറഞ്ഞത്. അതുപോലെ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറഞ്ഞു, ചെറുതും വലുതുമായ പാപങ്ങൾ, കബായിറുകളും സഗീറുകളും, ചെറുതും വലുതും രണ്ട് പാപം. അതുപോലെ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും നാം ഒഴിവാക്കണം. ഏതുവരെ എന്നറിയങ്ങള് നമ്മൾ പള്ളിയിലല്ലേ ഇരിക്കണത്, പള്ളിയോടുള്ള മര്യാദ പാലിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ഒരു സംഭവം മാത്രം പറയാം. എത്രത്തോളം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ സമുദായത്തിന്റെ നല്ലതും ചീത്തയുമായ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് കാണിക്കപ്പെട്ടു. ഇവര് ചെയ്യാൻ പോണ എന്തൊക്കെ നന്മയും തിന്മയുണ്ട് അതൊക്കെ കാണിക്കപ്പെട്ടു എന്നർത്ഥത്തിൽ. വിശാലമായ ശറഹുണ്ട്, ഞാൻ അതിലേക്ക് പോണില്ല. എന്നിട്ട് നബി പറയാണ്, വവജദ്തു ഫീ മസാവി അഅമാലിഹാ അന്നഖാഅ ഫിൽ മസ്ജിദി ലാ തുദ്ഫനു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ്. ചീത്ത പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ, അഥവാ ഒരു മുസ്ലിം ഒഴിവാക്കേണ്ടുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് പള്ളിയിൽ മസ്ജിദിൽ കാർക്കിച്ചു തുപ്പി മണ്ണിട്ട് മൂടാതെ പോയ കഫവും ഞാൻ കാണുകയുണ്ടായി. ഏത്? എനിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട പാപങ്ങളിൽ നിന്നാണ്. പള്ളിയില് കാർക്കിച്ചു തുപ്പ, ആ കാലഘട്ടത്തില് മണ്ണാണ്, തുപ്പിയാൽ തന്നെ ഒരു മൂടും. അങ്ങനെ മൂടാതെ പോയ കഫന്ന ഒരു ഭാഗത്ത് കിബിലയുടെ ഭാഗത്ത് അങ്ങനെ ഒന്ന് കണ്ടപ്പോ നബി അത് തന്റെ വിരലുകൊണ്ട് ചുരണ്ടിയെടുത്തു. ആ മുഖത്ത് വെറുപ്പ് പ്രകടമായതാണ്.
നമ്മളൊക്കെ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ എണീറ്റ് പോയിട്ട് ഒന്നിങ്ങനെ നോക്കിയാൽ കാണാം നഖത്തിന്റെ കഷ്ണം, കാലിന്റെ പുറകത്തെ കഷ്ണം, പല സാധനമുണ്ടോ പള്ളിയിൽ. യാതൊരു മര്യാദയും അള്ളാന്റെ പള്ളിയോട് നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ അത് വളരെ ഗൗരവമാണ്. ഇത് എന്തിനാ പറഞ്ഞാല് ഇത് വളരെ ചെറുതായി നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും അത്ര ഗൗരവമുള്ള കാര്യം. അതുവരെ പാപങ്ങളിൽ എണ്ണാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു നബിയോട്, ഖുൽ നബി പറയുക, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് وأن تشركوا بالله ما لم ينزل به سلطانه وأن تقولوا على الله ما لا تعلمون. പറയുക നബിയെ, എന്റെ റബ്ബ് ഹറാമാക്കിയിട്ടുള്ളത് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ നീചവൃത്തികൾ, അതായത് കിബാറുകളും അതുപോലെ സഗായിറുകളായി നമ്മൾ പറയുന്നതും രഹസ്യവും പരസ്യവുമായതെല്ലാം, അതുപോലെ അധർമ്മവും ന്യായം കൂടാതെയുള്ള കയ്യേറ്റവും യാതൊരു പ്രമാണവും അള്ളാഹു ഇറക്കി തന്നിട്ടില്ലാത്തതിനെ അവനോട് നിങ്ങൾ പങ്കുചേർക്കുന്നതും അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് വിവരമില്ലാത്തത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതും മാത്രമാണെന്നാണ് അള്ളാഹു നമ്മുടെ മേൽ ഹറാമാക്കിയത്. 5 എണ്ണം എണ്ണി അത് വിശദീകരിക്കാൻ വിശാലമാണ്. അതിന്റെ ആ വാചകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളതൊക്കെ ഉണ്ട്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഏത് വദറു ളാഹിറൽ ഇസ്മി വബാത്തിന, അതിന്റെ ബാക്കി ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ സയുജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ. അതവിടെ അള്ളാഹ് പറഞ്ഞെന്ന് വെച്ചാല് നിശ്ചയമായും പാപം സമ്പാദിക്കുന്നവർ, തിന്മ പ്രവർത്തിക്കുന്നവർ. ഇവിടെ അള്ളാഹ് ഉപയോഗിച്ച പദം അറിയും, യക്സിബൂന എന്നാണ്. കസ്ബ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യത്തിനാ പറയാം. കസബ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യമാണ്. ഏതാ ഇവരുടെ സമ്പാദ്യം എന്നറിയോ? ശിർക്കും കുഫറും മാസിയത്തുകളും. എവിടേക്ക് വേണ്ടി ഒരു കിട്ടിയ സമ്പാദ്യം എന്നറിയോ? നരകത്തിലേക്ക് വേണ്ടി. ആ സമ്പാദ്യത്തെ കുറിച്ച് പറയാണ്, അവർ പ്രവർത്തിച്ചിരുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെടും. എവിടെ? ആഖിറത്തിൽ, നരകത്തിൽ. വല്ലാഹുൽ മുസ്തആൻ. തിന്മ ചെയ്യുന്നവർക്ക് 2 ലോകത്തും പ്രശ്നമുണ്ട്, പക്ഷേ ആഖിറത്തിൽ പ്രത്യേകിച്ചും. ആഖിറത്തിൽ പ്രത്യേകിച്ചും. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹ് പറഞ്ഞു, വമൻ ജാഅ ബിസ്സയ്യിഅതി ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ. ആര് തിന്മയും കൊണ്ടുവന്നുവോ അവരുടെ മുഖങ്ങൾ നരകത്തിൽ മറിച്ചിടപ്പെടുകയും ചെയ്യുന്ന. അതാണ് അല്ലാഹു പറഞ്ഞത്. അവിടെ തിന്മക്കുള്ള ഉദാഹരണം എന്താ അറിയുക? അനീ ബിശ്ശിർക്ക് എന്നാണ്. ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. തിന്മകളുമായി കടന്നു വന്നവർക്ക് എവിടെയാണ് പ്രവേശിക്കാനുള്ളത്? നരകത്തിലാണ്. അതുകൊണ്ട് നാട്ടിൽ കാണുന്ന തിന്മകൾ മുഴുവനും നാട്ടുനടപ്പിന്റെ പേരിൽ ന്യായീകരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ അറിയേണ്ടത്, ഈ തിന്മകൾ നിങ്ങളെ കൊണ്ടുപോകാൻ ക്ഷമിക്കണം, നമ്മളെ കൊണ്ടുപോകുന്നത് നരകത്തിന്റെ അഗാധ തലങ്ങളിലേക്കാണ്, പ്രയാസത്തിന്റെ ലോകത്തേക്കാണ്. ഖേദപ്രകടനങ്ങളും വിലാപങ്ങളും മാത്രമുള്ള, എന്റെ സ്വന്തം കാര്യം മാത്രം രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു ലോകത്തേക്കാണ്. ഒരു സാധാരണ ലോകമൊന്നല്ല. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയട്ടെ അവരുള്ളവരെ. അവിടെ നാലിച്ചൊക്കെ ഈ ദുനിയാവില് മക്കളെ, ഈ ദുനിയാവിലെ കുറച്ച് വിറക് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യണ ഓരോ തിന്മയും നമ്മൾ ഒരു ദിവസം നുണറിഞ്ഞു നിൽക്കാം. നുണറിഞ്ഞ നമ്മളെ കൈ മാത്രം അടുപ്പിൽ കണ്ടിട്ട് പിറ്റേന്ന് നമ്മൾ വേറെ വൃത്തിയുടെ കണ്ടു സിനിമ കണ്ടു നിൽക്കാം. അപ്പൊ കാല് മാത്രം നരകത്ത് ആ തീ കിട്ടും. നമ്മൾ നാലിച്ചൊക്കെ ദുനിയാവില് നമുക്ക് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റൂല. എന്താടാ കയ്യിൽ പൊള്ളല്? അത് ഞാൻ ഇന്ന തിന്മ ഇതിന്റെ പേരിൽ എന്റെ അമ്മ ചെയ്ത പണിയാണ്. ഓ, എന്നങ്ങോടൊന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ 69 ഇരട്ടിച്ചൂട്. മക്കളെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കട്ടോ, ഇത് തമാശല്ല, ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളെ വാപ്പിമ്മി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്തോണ്ടാണ് ഞാൻ ഇത് പറയണത്. ഗൗരവമുള്ള കാര്യമാണ്. നരകത്തിന്റെ അഗാധ തലങ്ങളിൽ ഇതിന്റെ 69 ഇരട്ടിയ ചൂട്. എന്നാ കരിഞ്ഞു പോകൂല, ക്ഷമിക്കണം, മരിച്ചു പോകൂല. ജീവിക്കൂല, മരിക്കൂല, നരകിക്കും. അതുകൊണ്ടാണ് മലയാളത്തിൽ ഇത്ര നല്ലൊരു പദം വേറല്ല, നരകം. നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് വരാനിരിക്കുന്നത് ഈ ഒരു ശിക്ഷയാണ്, നരകമാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു കാണുന്നു, അല്ലാഹു അറിയുന്നു, അല്ലാഹു അത് കൊണ്ടുവരും. നാടിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് തിന്മകൾ ന്യായീകരിക്കപ്പെടുകയും തിന്മകൾ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നതിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ്
ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ സജീവരാകാനും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതിന്റെ പേരിലാണെങ്കിലും ശരി, നാട്ടിൽ നടമാടുന്ന തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ഖുർറത്ത അഈനായ മക്കളാക്കി അല്ലാഹു നമ്മൾ മാറ്റി തീർക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മുഴുവനും പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫലസ്തീനിലും സിറിയയിലും ഒരുപാട് പ്രദേശങ്ങളിൽ ഉമ്മത്ത് മുസ്ലിം പരീക്ഷണത്തിലാണ്. അവിടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങൾ ഈ നാടിൽ അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.